സഭയിലേക്ക് പോയാൽ അവിടെ നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. VN വാസവൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് VD സതീശൻ പറയുന്നു. വാദപ്രതിവാദങ്ങൾ നിയമസഭയിൽ തുടരുന്നു. സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷവും പറയുന്നുണ്ട്. സഭയിൽ നിന്നും VS അനു ചേരുന്നു. അനു, വിവരങ്ങൾ. സേതു, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഈ പ്രതിപക്ഷ ബഹളമാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. ഈ പറയുന്ന സ്പീക്കറുടെ ചെയറിന് മുമ്പിലേക്ക് പ്രതിപക്ഷ പ്ലക്കാർഡുകളും ഒക്കെയായി എത്തുന്നു. മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുമ്പിലേക്ക് വരെ എത്തുന്നുണ്ട്. വലിയ തരത്തിലുള്ള സമരം. കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ സമരത്തിലാണ്. അക്കാര്യം ഞങ്ങൾ പ്രതിപക്ഷ അല്ലെങ്കിൽ ചെയറിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. വലിയ തരത്തിലുള്ള കൊള്ള നടന്നു. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട് എന്ന വളരെ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം കൂടെ അദ്ദേഹം ഉന്നയിച്ചു. പക്ഷേ അതിന് മറുപടിയായി സംസാരിച്ചത്, ട്രഷറി ബെഞ്ചിൽ നിന്നും സംസാരിച്ചത് പാർലമെന്ററി കാര്യ മന്ത്രി MB രാജേഷാണ്. MB രാജേഷ് പറയുന്നത് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥത ഇല്ല. കാരണം എന്തെങ്കിലും ഈ ആത്മവിശ്വാസമോ ധൈര്യമോ ഉണ്ടെങ്കിൽ ഈ അടിയന്തര പ്രമേയം എന്ന പ്രതിപക്ഷത്തിന്റെ അവകാശം അവർ ഉന്നയിക്കണം. ആ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഈ തിണ്ണമെടുക്കാൻ സഭയിൽ പ്രതിപക്ഷം കാണിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ചർച്ച നടത്തിയപ്പോഴൊക്കെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വന്നു. അതാണ് ഈ തിണ്ണമെടുക്ക് ഇപ്പോൾ കാണുന്നത്. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ള കാര്യം കൂടെ അദ്ദേഹം പറയുന്നു. ഏതായിരുന്നാലും പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോഴും സ്പീക്കറുടെ ഡയസിന് മുമ്പിൽ വന്ന് ബഹളം വയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യവും പ്രതിപക്ഷം പറയുന്നു. ഏതായിരുന്നാലും വലിയ ബഹളം തന്നെയാണ് സഭയിൽ നടക്കുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനകം പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. സഭ ബഹിഷ്കരിച്ചേക്കും ഒരു പക്ഷേ. ഏതായിരുന്നാലും സഭയിൽ ഇപ്പോഴും പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. മന്ത്രി MB രാജേഷ് ഈ പ്രതിപക്ഷ ബഹളത്തെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. സേതു.